അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത്യാവശ്യം വലിയൊരു വീഡിയോ തന്നെ ഇട്ട് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ പുതിയ പാൽപാത്രം മേടിച്ചിട്ടുണ്ട്. സൺഡേ വ്ലോഗാണ് കേട്ടോ ഇത്. അത് തുറക്കാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. മേടിച്ചപ്പോൾ നമ്മൾ അടപ്പിൻ്റെ അവിടെ ഒന്നും ശ്രദ്ധിക്കണമായിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിയെ ശരിയാവുമായിരിക്കും, നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് 2 ലിറ്ററാണ് പാല് മേടിച്ചിട്ടുള്ളത്. സൺഡേകളിൽ നമ്മൾ 2 ലിറ്റർ പാല് മേടിക്കും കേട്ടോ. അവിടെ ബാക്കിലെ മൂപ്പരെ തപ്പിക്കൊണ്ടിരിക്കുന്നത് മാത്സിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. അത് കാണാനില്ല പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പോൾ നമ്മൾ ചായ വെക്കാനുള്ള ഇതിലൊക്കെ വേഗം ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടു. ഞാനുണ്ടല്ലോ 5-6 ദിവസമായി ജിമ്മിന് പോയിട്ട് ഭയങ്കര മടി പിടിച്ചിരിക്കുക, എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും എന്താ ചായ വെക്കുന്നത്. നമുക്കിനി കുറേ കമൻസ് ഉണ്ട്. FBയിൽ എനിക്കൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ എന്നും കമൻറ്റ് ഇടും, എൻ്റെ കമൻറ്റ് മാത്രം വായിക്കാറില്ല എന്ന്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, എന്നോട് ക്ഷമിക്ക്. ഇനി കമൻറ്റ് ഇടുമ്പോൾ ഞാൻ എന്തായാലും വായിക്കാം കേട്ടോ. നമുക്ക് കുറേ കമൻസ് വരുന്നുണ്ട്. നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കിയിട്ടപ്പോഴേ ഇതിൽ ഓറഞ്ചിൻ്റെ മണം പോലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കാരണം നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഓറഞ്ചിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും വരുന്നുണ്ട്. മൈൽഡായിട്ടാണെങ്കിലും വരുന്നുണ്ട് കേട്ടോ. നമുക്കത് വ്യത്യാസം അറിയുന്നുണ്ട്. സാധാരണ ചിക്കൻ ഫ്രൈനെക്കാട്ടിലും ടേസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചായയൊക്കെ റെഡിയായി. ഞാൻ ചായ കൊണ്ടു കൊടുത്തു. അയാൻകുട്ടി ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനക്ക് ബൂസ്റ്റും കൂടെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെന്താണ്, ഇന്ന് രാവിലെ തന്നെ കുറേ ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പൊരിച്ച പത്തിരി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്. ഉമ്മയും ഉപ്പയും ബീഫ് കഴിക്കാത്തതുകൊണ്ട് നമുക്കിന്ന് മുട്ടക്കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെറൈറ്റി തന്നെ ഉണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്തു. സമയം എന്തായാലും ആകും. അപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അയാൻക്കുള്ള ബൂസ്റ്റൊക്കെ റെഡിയാക്കി കൊടുത്ത് ഞാനും അയാൻകുട്ടിയും, അയാൻ ബൂസ്റ്റും ഞാൻ ചായയും കുടിക്കാൻ കേട്ടോ. ഞാൻ എൻ്റെ ചായയിൽ ഇച്ചിരി ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇതാണ് കേട്ടോ. അതേപോലെ നമ്മളോട് സുഖമാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്, ഫാമിലി മൊത്തം സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ വെള്ളരിക്ക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കക്കരിക്ക എന്നാണ്. കുക്കുംബറില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. വെള്ളരിക്ക എന്ന് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇടയ്ക്കൊക്കെ തെറ്റൊക്കെ പറ്റില്ലേ, മനുഷ്യനല്ലേ. നല്ല ഇഷ്ടമാണ് വീഡിയോസ്, പോസിറ്റീവ് എനർജി കിട്ടും. ആ ചായ ഉണ്ടാക്കൽ സീൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്നും വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കാണുമ്പം എനിക്കും ഭയങ്കര ഇതാണ്. പൊടിദോശയോ അതെന്നാപ്പാ, പൊടിദോശയുണ്ട് കേട്ടോ നമ്മുടെ ഇതിലുണ്ട്, കാണാൻ മറക്കരുത്. ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ. ഹായ് ജിനി, എന്തൊക്കെ വിശേഷം? പാലക്കാടാണോ? ഓരോ വീഡിയോസും സൂപ്പറാണ്. സ്ഥലം പാലക്കാട്, കഞ്ചിക്കോടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും വീഡിയോസൊക്കെ കണ്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തങ്കമ്മക്ക് ആൺമക്കളില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, 3 പെൺമക്കളാണ്. അസ്സലാമലൈക്കും. പൊന്നിയരി കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എത്ര വിസിൽ കേൾപ്പിക്കും ജിനിത്ത ചോദിക്കുന്നുണ്ട്. വാലൈക്കും അസ്സലാം. പൊന്നിയരി കുക്കറിൽ ഉണ്ടാക്കുമ്പം ഞാൻ മേടിക്കുന്ന ഓരോ പൊന്നിയരിക്കും ഓരോ ടൈപ്പ് വേവാണ്. ഞാൻ ഇവിടെ മേടിക്കുന്ന പൊന്നിയരി അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇവിടെ അരിയിൽ ചായപ്പൊടിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അത് ഒരേ ഒരു വിസിൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 4-5 വിസിലൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ കഞ്ഞിയായി പോവും. പിന്നെ സൂപ്പർ കണ്ടു. പിന്നെ അതേപോലെ നമ്മുടെ ബർഗറും ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കിയോ? ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസിൽ റെസിപ്പി കാണുമ്പോൾ ഉണ്ടാക്കി നോക്കലുണ്ടോ? ഒന്ന് പറയണം, സത്യം പറയണം. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു 500 ലൈക്കെങ്കിലും ആക്കിത്താ. വേഗം ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക പ്ലീസ്. ഒരു ലൈക്കല്ലേ, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഉമ്മാൻ്റെ കൂടെ ആരുമില്ലേ, ഒറ്റയ്ക്കാണോ? അല്ല, ഉമ്മാൻ്റെ കൂടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ പേരക്കുട്ടിയുണ്ട്. പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ ഒരാളും വരുന്നുണ്ട്. ഈ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, അവർ ആ വീട് മാറൂല അല്ലേ? നിങ്ങൾക്കൊക്കെ അനുഭവമില്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഒരു വല്യമ്മ ഇങ്ങനെ വീട് മാറാണ്ട്, അയ്യോ ഞാൻ കെട്ടിച്ചു വന്ന വീട് അത് എനിക്ക് സ്വർഗ്ഗമാണ്, ഇവിടെ തന്നെ ഞാൻ ഇരിക്കുള്ളൂ, ഇവിടെ തന്നെ എൻ്റെ എല്ലാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. ഇനിയിപ്പോൾ നമ്മൾ വയസ്സാകുമ്പോൾ അങ്ങനെ ആവുമെന്നറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മോനോട് പറയും, നീ അവിടെ പോകണോ, അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും പറയട്ടോ. പക്ഷെ വയസ്സാകുമ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ മമ്മിൻ്റെ ഉമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. തറവാട് അങ്ങോട്ട് മാറുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ പറിച്ച് അവരുടെ മാറ്റുന്ന പോലെയാണ്.
അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കുറേ വിളിച്ചതാണ്, വരില്ല. പിന്നെ ബാംഗ്ലൂരിൽ ഒരു അനിയത്തിയുണ്ട്, അവിടെ വിളിച്ചതാണ്. പിന്നെ എന്തൽപ്പാലം അവിടെയൊക്കെ വിളിച്ചതാണ്, പക്ഷേ ആൾ പോയില്ല. എന്ത് ചെയ്യാനാ. അങ്ങനെ സൂപ്പർ വെറൈറ്റി റെസിപ്പീസ്. താങ്ക് യു സോ മച്ച്. എന്താ ജിനു കഴിക്കാൻ എന്നെ വിളിച്ചില്ലേന്ന്? അയ്യോ, ഞാൻ നിങ്ങളൊക്കെ ഇതേ വഴി പോകുമ്പോൾ കഴിക്കാൻ വരിക, പക്ഷെ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, പച്ചവെള്ളം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കൊതിപ്പിക്കില്ല എൻ്റെ ജിനി. സൂപ്പറാണ് കേട്ടോ എല്ലാ വീഡിയോസും. താങ്ക് യു സോ മച്ച്. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. പിന്നെ ഇതിലോട്ട് അത്യാവശ്യം വെള്ളുള്ളി വേണം കേട്ടോ. അപ്പോൾ അതും നന്നാക്കി എടുക്കുകയാണ്. തക്കാളിയും ഒക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് കഴുകണം. അതിൻ്റെ ഇടയിലാണ് റിഹാൻ വന്നത്. അപ്പോൾ ഞാൻ അവനക്കുള്ള ചായ ഉണ്ടാക്കി വെച്ചിരുന്നു, അതിനൊന്നും കൂടി അരിച്ചു കൊടുക്കണം. നമ്മളിവിടുത്തെ ചായയിൽ പെട്ടെന്ന് പാലിൻ്റെ ആട പിടിക്കും കേട്ടോ, അത് കട്ടി ചായ ഉണ്ടാക്കണോണ്ടാണ്. പിന്നെ നമ്മളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ പാത്രം കഴുകണം. അവിടെ ഉപ്പ് വെള്ളത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഇനി ഞാൻ കഴുകാനിട്ടാണ് എന്നൊന്നും പറയല്ലേ പ്ലീസ്. അവിടെ അങ്ങനെ തന്നെയാണ്, കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വലിയുള്ളിയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. പിന്നെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നല്ല ക്രീമി എഗ്ഗ് കറിയായിട്ട് ഉണ്ടാക്കുന്ന, ഇനി കാട്ടിലും കട്ടി കുറവ് മതിച്ചാൽ അങ്ങനെ ഉണ്ടായിക്കോ. എനിക്കുണ്ടല്ലോ ഭയങ്കര കട്ടിയിലുള്ള കറികൾ ഇഷ്ടമല്ല കേട്ടോ. കുറച്ചിങ്ങനെ വെള്ളം പോലെയല്ല, എന്നാൽ കുറച്ചിങ്ങനെ ലൂസാക്കും. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലെവലിൽ ഇറക്കി വെച്ചാൽ മതി, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചേർത്തി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് തന്നെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വലിയുള്ളി കുറച്ചൊന്ന് ആയപ്പിനെയാണ് കേട്ടോ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ സാധാരണ മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് 2 സ്പൂൺ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 മാഗി ക്യൂബ് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് എന്ത് ചെയ്യാം, കാഷ്യൂ ഇട്ട് കൊടുക്കാം, ഒരു 8-10 എണ്ണം. പിന്നെ ഇത്രയും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കുക. തേങ്ങ വറുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് അരച്ചെടുത്താൽ മതി. ഞാനെന്താ ഇങ്ങനെ അരച്ചെടുക്കണേ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞാനൊന്ന് ചൂടാറിയ ശേഷം തന്നെ അരച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്ക് എഗ്ഗൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനേക്ക് ഒന്ന് പൊളിച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് വരഞ്ഞും കൂടെ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ മൺചട്ടി വെച്ച് കൊടുക്കുക, നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കൂടിയും വെളിച്ചെണ്ണയിലോട്ട് ഇട്ടൊന്ന് താളിച്ച ശേഷം നമ്മൾ നേരത്തെ മസാല അരച്ച് വെച്ചില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല മൈ പോലെ അരച്ച് വെക്കണം, അത്രയും സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ക്രീമി ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരിയും കൂടി കട്ടിയുള്ള പോലെ എനിക്ക് തോന്നി. ഈ കട്ടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മൺചട്ടിയല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ ലൂസിൽ നമ്മൾ ഇറക്കിയാലും അത് കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവും കേട്ടോ. ഇതിലുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഗ്ഗെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം. ഭയങ്കര തിളയൊന്നും വന്ന് തിളച്ചതൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മസാലയൊക്കെ ഓൾറെഡി എല്ലാം വെന്തതല്ലേ. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചു. നമ്മുടെ പൊരിച്ച പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിവിടെ വെറും പച്ചരി മാത്രം, അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ പലതും അതിലോട്ട് മിക്സ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ആ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പച്ചരി മാത്രം, നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ അത് മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം അല്ലേ. ഞാൻ ഏകദേശം ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം, ഒരു 10 നമ്മുടെ ചെറിയ ഉള്ളിയും ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിപ്പൊടി 1 പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പൊടിപ്പിക്കൊന്നുമല്ല കേട്ടോ.
ആ അരിപ്പൊടി നമ്മൾ ഒന്ന് അളന്നിട്ട് ആ അളന്ന പാത്രത്തിൽ 1.25 വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കാറ്. കുറച്ച് എണ്ണ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരിപ്പൊടി ഇതിലോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി നമുക്കിത് വാട്ടിയെടുക്കാം. പത്തിരിക്കൊക്കെ വാട്ടില്ല അതേപോലെ തന്നെ. പക്ഷെ ഞാൻ വെള്ളം വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 ഗ്ലാസ് കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് എപ്പോഴും കറക്റ്റായി കിട്ടാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ കയ്യിലൊട്ടാണ്ട് കിട്ടണം മാവ്, അതാണ് അതിൻ്റെ പരിവ് കേട്ടോ. അപ്പോൾ ഇത് ആ മാവ് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് ഞാൻ. എൻ്റെ കയ്യിലൊന്നും ഒട്ടുന്നില്ല, കണ്ടില്ലേ? ഇതാണ് കേട്ടോ അതിൻ്റെ പരിവ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് വേഗം ഉണ്ടാക്കുകയാണ്. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വിശക്കാൻ തുടങ്ങിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്തിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ കൊടുക്കുക. പിന്നെ ഒന്നിച്ച് എനിക്ക് പരത്താൻ കഴിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് പരത്താറില്ല. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഞാൻ ഇവിടെ കട്ടിംഗ് ബോർഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യണത്. ഭയങ്കര ഷേപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒന്നാമത് ധൃതി പിടിച്ചു, സമയം നല്ലോണം ആവും ചെയ്തു. അപ്പോൾ എനിക്ക് വേഗം ഇങ്ങനെ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതിനെ വീണ്ടും എടുത്ത് നന്നായി കുഴച്ചിട്ട് വീണ്ടും പരത്തും. അപ്പോൾ നമ്മുടെ ഓരോ പത്തിരിയായിട്ട് ഞാനിങ്ങനെ ചുട്ടി എടുക്കുകയാണ്. എനിക്കിത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കറിയും ബീഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ ഒരു പത്തിരിക്ക് വരിക. പിന്നെ ഇതിലോട്ട് മൈദ, റവ ഇതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അതിലോട്ടൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യുക. അങ്ങനെ റിഹാന് എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. പ്ലേറ്റും കറിയും എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നത്തെ രണ്ടും അടിപൊളിയായതുകൊണ്ട് വൈകിയത് അവർക്കൊരു പ്രശ്നമായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ വൈകുമ്പോൾ ഒരു പേടിയാണ്. ഒരു 9:30 വരെയൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ വൈകിയാലും പ്രശ്നം തോന്നില്ല. അതിലും കൂടുതൽ വൈകുമ്പോൾ അയ്യോ ആയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും സമയമാവും കേട്ടോ. ഇന്നിപ്പോൾ ഏകദേശം 9:45 സമയം. എന്നാലും ഞാൻ രാവിലെ എന്ത് ചെയ്യും, ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നിൽക്കും. അത് കാരണമാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ സമയമൊന്നും ആവില്ല. ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നിന്ന് എനിക്കാണെങ്കിൽ എല്ലാവരുടെയും ഒന്ന് അടിച്ചെങ്കിലും ഇടണം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി അടിച്ചെങ്കിലും ഇട്ടാലുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാനൊരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ ഞാൻ സൺഡേ സാറ്റർഡേ ഈ ടൈമിൽ കേട്ടോ, സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനത് നോക്കാറില്ല. അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ പൊറോട്ടയും ബീഫും ചിക്കനും ബർഗറും ഒക്കെ സൂപ്പർ. താങ്ക് യു. കടുമുടിങ്ങ നമ്മുടെ ചുക്കട്ടി ചീരക്കാണോ അങ്ങനെ പറയുക? കടുമുടിങ്ങ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇലക്കറികൾ മുരിങ്ങയും കറിയും ചീരക്കറിയുമാണ്. ഇവിടെ കുട്ടികൾക്കും അതാട്ടോ ഇഷ്ടം. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് പാണ്ടിക്കാട്. ഓക്കെ, പാണ്ടിക്കാട് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീടുണ്ട്. ഇത്രയും തേങ്ങ ഇട്ടാൽ ഇലയുടെ ഗുണം പോകും. പക്ഷേ ഇത് കുറച്ച് കയ്പല്ല, ഒരു ചവർപ്പ്. അതിനാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഇത്ര തേങ്ങ ഇടുന്നത്. പിന്നെ വാലൈക്കും അസ്സലാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെ തോന്നി. അതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ചുടുന്നത് ഉമ്മ കൊണ്ടുവന്ന് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കഴിച്ച ശേഷം ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചുട്ടു കൊടുക്കും. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. പൊതുവേ നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം ചൂടിൽ തന്നെയാണ് ഓരോരുത്തർക്ക് കൊടുക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ ഇരുന്ന് കഴിക്കും. എനിക്ക് അങ്ങനെയുള്ളൊരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു. നമ്മുടെ പൊരിച്ച പത്തിരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ്. ഞാൻ ഇന്നലെ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഓടിപ്പോയി കാണുക. നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങ് എടുത്ത് ഇതിലോട്ടങ്ങ് മുക്കി ഒരു പീസ് ബീഫ് അങ്ങ് വെച്ച് കഴിച്ചാലുണ്ടല്ലോ കൂടെ ഒരു കട്ടൻ ചായയും മതി. അത്രയും മതി. അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കറികളിനൊക്കെ ഒന്ന് ഞാൻ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കൊണ്ടുവച്ചു. രാത്രി എടുക്കാമല്ലോ ചപ്പാത്തിയിലേക്ക്. രാവിലെ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കും. അപ്പോൾ പിന്നെ രാത്രി നമുക്ക് വീണ്ടും എക്സ്ട്രാ കുക്കിംഗ് ഒന്നുമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഒന്ന് എല്ലാവർക്കും വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ എണ്ണക്കടികളൊക്കെ കഴിച്ചാലേ, എണ്ണയുള്ള കടികളൊക്കെ കഴിച്ചാൽ പിന്നെ എനിക്ക് അന്ന് ഇച്ചിരി ചായക്ക് വേണം കേട്ടോ. അപ്പോൾ ഇക്കാക്കും ചായ വേണം പറഞ്ഞു.
അങ്ങനെ പാലൊക്കെ എടുത്തു, ചായ വെച്ചു. ഞാൻ ഇച്ചിരി തടി വെച്ച പോലെ എനിക്ക് എന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയണേ, നമുക്ക് കുറയ്ക്കാം, തടിയല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. വന്നിട്ട് പിന്നെ ഞാൻ സിമ്മാക്കിയ ശേഷം വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകും കേട്ടോ. അവിടെ വെറുതെ അങ്ങനെ നിൽക്കാറില്ല ചായ ആവണ വരെ. ആ സമയം കൊണ്ട് നമ്മുടെ നെക്സ്റ്റ് പണി എന്താ അതങ്ങ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കൽ നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാൻ നിന്നില്ല. പരിപ്പ് കറി അങ്ങനെയൊക്കെ വെച്ചു കേട്ടോ. നമ്മളവിടെ പരിപ്പ് എപ്പോഴും ഉണ്ടാവും. പിന്നെ രസം എല്ലാ ദിവസവും ഞാനൊരു സൈഡായിട്ട് എപ്പോഴും വെക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ, രസം കുടിക്കണതും ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പം ഞാൻ രസം ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഒരു 3 ദിവസമൊക്കെ വരും എന്തായാലും. നല്ല ടേസ്റ്റുമാണ്, കേടും വരത്തില്ല അല്ലേ. അപ്പം അയാൻകുട്ടി ഇതാ ട്യൂഷൻ പോയി. ചായയൊക്കെ വേഗം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഏതോ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഈവനിങ് എനിക്കൊരു ഫിലിം കാണണം പറഞ്ഞു. പക്ഷേ ഈവനിങ് ഉണ്ടല്ലോ കറണ്ട് ചതിച്ചു. കറണ്ട് പോവുക വരിക അങ്ങനെ ഞങ്ങളുടെ ഫിലിമിൻ്റെ പ്ലാന് പോയി. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളൊരു ഫിലിം കണ്ടു. അതിപ്പോൾ ഏതായിരുന്നു, സൂക്ഷ്മദർശിനി കണ്ടു കേട്ടോ അപ്പം അടുത്ത്. പിന്നെ ഒരു ഫിലിമും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതും നന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മൂവി ഭയങ്കര അടിപൊളി. അങ്ങനെ പിറ്റേ ദിവസം എണിച്ച് ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ 2 ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടിയും കാണിച്ചിട്ട് ഈ വീഡിയോ അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ആൺകുട്ടി നേരത്തെ പോയിട്ട് സ്കൂളിലോട്ട്, അതാണ് അവനെ കാണാത്തത്. ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായ ശേഷം നമ്മളിതാ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഒരു 4 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ അതിലോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 4 നമ്മുടെ ചുവന്ന മുളകില്ലേ അതെടുത്തിട്ടുണ്ട്, നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കളറിന് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഇത്രയും ഒരു പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം. അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ, എന്നാലേ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിന് ഇത്രയും തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വരട്ടെ, അതുവരെ നമുക്കിത് ഇളക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. പിന്നെ കടുക് താളിച്ചെടുക്കുകയാണ്. കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ അരച്ച ചമ്മന്തിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കോമ്പൗണ്ടിലെ നെക്സ്റ്റ് ഒരു ഡെലിവറിയും കൂടി കഴിഞ്ഞ് കിടക്കണം. നായ്ക്കളാണ് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കാൻ വരുന്ന സമയത്ത് തന്നെ കുറച്ചുകൊണ്ടിരിക്കണുണ്ടില്ലേ. പോവാൻ ഒരു വഴിയില്ല, ഒരുപാട് ഓടിച്ചു നോക്കി പോകുന്നേ ഇല്ല. എന്താ ഇനി ചെയ്യുക, വല്ലാത്തൊരു കഷ്ടമാണ്. പിന്നെ ഇതാ കുട്ടി ദോശ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ കുഞ്ഞു ദോശയാക്കിയിട്ട് ചുട്ടെടുക്കുക. കുട്ടികൾക്ക് കാണാൻ തന്നെ നല്ലൊരു ഇഷ്ടമായിരിക്കും അല്ലേ ഇങ്ങനത്തെയൊക്കെ. ഇനി ഇത് കളർഫുള്ളാക്കണമെങ്കിൽ കുറച്ച് ബീട്രൂട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ദോശമാവിൽ കലർത്തിയിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ ഒരു പിങ്ക് ദോശ കിട്ടും കേട്ടോ നമുക്ക്. ഇനി നിങ്ങൾക്ക് ഗ്രീനാണ് വേണ്ടിച്ചാൽ ഇല നമ്മുടെ മുരിങ്ങയിലയോ ചീരയിലയോ ഒക്കെ അരച്ചിട്ട് ചേർത്താലും നല്ല ഗ്രീൻ ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. നമുക്ക് അതൊക്കെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം, കുട്ടികളുടെ വയറ്റിൽ അത് പോവും ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഇതാ ഇതുപോലെ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരുപാട് ചുട്ടെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉഴുന്നും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ചുവന്ന മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചുട്ടുവെച്ച് നമ്മുടെ കുട്ടിദോശ മൊത്തം ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണിൽ പൊടി കേട്ടോ, ഇഡ്ഡലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കുട്ടിപ്പൊടി ദോശ റെഡി കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, കഴിക്കാനും ടേസ്റ്റാണ്. ആ ചമ്മന്തിക്ക് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. കുറേ വലിയ വ്ളോഗായിട്ട് വരാം കേട്ടോ. ഞാൻ 2-3 ദിവസമായി വ്ളോഗുകൾ എടുക്കാനും ഇടാനും ഒക്കെ ഒരു മടി വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.